ഇന്നൊരു കിടിലൻ പായസത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പെരുന്നാളിന് ഗസ്റ്റ് എല്ലാം വന്നതിനാല് ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് ചെറിയൊരു മധുരെല്ലാം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പായസമായിട്ടോ ഡെസേർട്ട് ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റും. പെരുന്നാളിന് മാത്രമല്ല നോമ്പിനും അല്ലാത്തപ്പോഴും ഒക്കെ ട്രൈ ആക്കാൻ പറ്റുന്ന അടിപൊളി പായസമാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ടും ക്യാരറ്റ് വേണം. അപ്പൊ ഞാനിതാ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. 1-2 വിസിലടിക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുറച്ച് സേമിയ കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്യണേ, എന്നിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാന്. അപ്പൊ ഇതാ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതാ കസ്റ്റാർഡ് പൗഡർ ആണ് വേണ്ടത്. 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം അരക്കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ ഇടുന്ന സമയത്തൊന്നും ഫ്ലെയിം ഓൺ ആക്കരുത് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കേണ്ടത്. എന്നിട്ട് കൈവിടാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെ നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ കഴിക്കാൻ പറ്റും. ഇത് ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് ഡെസേർട്ട് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പൊ ഞാനിത് ചൂടോടെ പായസം പോലെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടിക്കുമ്പോൾ ഇതെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതാ ഞാനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ പെരുന്നാളിന് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.